ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ലൊരു കാരമൽ പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് സേമിയം വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് സാധാ നോർമൽ ഉണ്ടാക്കുന്നതിനേക്കാളും ഒരു ഡിഫറെൻ്റ് ആയിട്ട് പായസം ഉണ്ടാക്കാം. ഞാനിതാ സ്റ്റവ് ഓൺ ആക്കിയിട്ട് നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 1.5 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. പാൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. അപ്പം ഞാനിവിടെ ഫുൾ ഫാറ്റ് പാലാണ് എടുത്തിട്ടുള്ളത്. ഒട്ടും തന്നെ വെള്ളം ചേർക്കാണ്ടാണ് തിളപ്പിച്ചെടുക്കുന്നത്. പാല് നന്നായിട്ട് തിളച്ച് വന്നാൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് പായസത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. 450 ഗ്രാം പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട് കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്റ്റീൽ പാത്രത്തിലോ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലോ ഇട്ടിട്ട് നമുക്ക് കാരമലൈസ് ചെയ്തെടുക്കാം. കൈവെക്കാതെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കാരമലൈസ് ചെയ്തെടുക്കാൻ. കരിഞ്ഞു പോയാൽ നമ്മുടെ പായസത്തിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. പഞ്ചസാര നന്നായി മെൽട്ടായിട്ട് കളറെല്ലാം ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. സ്റ്റവ് ഓഫാക്കിയതിന് ശേഷം നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടുള്ള പാലില്ലേ, അത് കുറച്ചായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ആദ്യം 2-3 തവി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല ചൂടുള്ള പാല് തന്നെ വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് പായസത്തിന് ആവശ്യമായിട്ടുള്ള സേമിയ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ 2 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഗീ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് സേമിയ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 150 ഗ്രാം സേമിയാണ് എടുത്തിട്ടുള്ളത്. റോസ്റ്റ് ചെയ്തിട്ടുള്ള സേമിയ തന്നെയാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. എന്നാൽ നമ്മൾ പായസത്തിന് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഗീ ഒഴിച്ചിട്ട് ഒന്നുകൂടെ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. സേമിയ നന്നായി റോസ്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 500 ml വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് സേമിയ ഒന്ന് വേവിച്ചിട്ടെടുക്കാം. ഒരു 2-3 മിനിറ്റ് വെച്ചാൽ തന്നെ സേമിയ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് നല്ല നേരിയ സേമിയാണ് കേട്ടോ. അപ്പോൾ പായസത്തിന് എനിക്കിഷ്ടം ഇങ്ങനെ നേരിയ സേമിയാണ്. സേമിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടുള്ള പാലില്ല, ഇനി അതിലേക്ക് നമ്മൾ കാരമലൈസ് ചെയ്ത് മിക്സ് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേവിച്ചിട്ടുള്ള സേമിയം കൂടി കുറച്ചായിട്ട് അതിൽ ഇട്ട് കൊടുക്കാം. കുറച്ചിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക, വീണ്ടും ഇട്ട് കൊടുക്കുക. അങ്ങനെയാണ് കേട്ടോ ഞാൻ പായസത്തിൽ സേമിയ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒന്നര ലിറ്റർ പാലിന് 150 ഗ്രാം സേമിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് സേമിയ കൂടുതൽ വേണമെങ്കിൽ ഒരു 200 ഗ്രാമിനടുത്തെല്ലാം സേമിയ എടുക്കാം. ഇനി അതിലേക്ക് 1 കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ അത് ഇട്ടെടുത്താൽ മതി കേട്ടോ. അപ്പം പഞ്ചസാരയും കണ്ടൻസ്ഡ് മിൽക്കും മധുരം നോക്കിയിട്ട് അത് ബാലൻസ് ചെയ്തെടുക്കാം. 2 നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണ് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ് കേട്ടോ. ഏലക്ക പൗഡറിന് പകരമായിട്ടാണ് ഞാൻ വാനില എസൻസ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പായസത്തിൽ ഏലക്കേൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് വാനില എസൻസ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പായസം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. നമ്മൾ സേമിയൊക്കെ ഇതിൽ വേവിച്ചിട്ടിട്ടതാണല്ലോ, അപ്പം കൂടുതലായിട്ട് പാലിന് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ലാസ്റ്റായിട്ട് നട്ട്സ് ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ 3 ടേബിൾ സ്പൂണോളം ഗീ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഗീ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് കാഷ്യൂ ഇട്ട് കൊടുക്കാം. കളറ് ചേഞ്ച് ആകുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. പിന്നെ നമുക്കത് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
കാരമൽ സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.